പ്രഫുൽ കൃഷ്ണ രാവിലെ തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, താങ്കളുടെ പ്രതികരണം എടുത്തതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയത്. ഈ അബുദാബിയിലെ അക്കൗണ്ട്, അതുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ്റെയും മുൻ ഭർത്താവ് സുനീഷിൻ്റെയും പേരിലുള്ള അക്കൗണ്ട്, അവിടേക്ക് വിവിധ കമ്പനികളിൽ നിന്ന് കോടികൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് പുറത്തേക്ക്, അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്കും പണം പോയിട്ടുണ്ട്, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. എങ്ങനെ നോക്കി കാണാം ഇതിനെ? ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിന്റെ വലിയ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ വീണ വിജയന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും വിദേശ യാത്രകളെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കുടുംബസമേതം ഇത്രയധികം ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത്? പ്രത്യേകിച്ച് ദുബൈയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ച് വളരെ സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ഉണ്ടാവുകയാണ്. കാരണം എക്സാലോജിക് സൊല്യൂഷൻ ഒക്കെ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ആ പണം മുഴുവൻ എത്തിച്ചിരിക്കുന്നത് ഇതേപോലുള്ള വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമാകുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരൊറ്റ പരിഗണന വെച്ച് വലിയ രീതിയിലുള്ള ഇടപാടുകളാണ് എക്സാലോജിക് സൊല്യൂഷന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാസപ്പടി കിട്ടിയിട്ടുണ്ട്. മാസപ്പടി ഒരു സർവീസ് പോലും ചെയ്യാതെയാണ് കോടിക്കണക്കിന് രൂപ വീണ വിജയന് എക്സാലോജിക് സൊല്യൂഷന് കിട്ടിയത്. ഇത് പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം മാത്രമാണ്. ഇത്തരത്തിൽ എത്രയേറെ കമ്പനികളിൽ നിന്ന് ഇവർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ പണം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് അത് വളരെ സുരക്ഷിതമായി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നത് നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ കേൾവി പോലുമില്ല. കുടുംബസമേതം അഴിമതി നടത്തുന്ന ഒരു മുഖ്യമന്ത്രി വളരെ അതീവ നാണക്കേടാണ്. അത്യന്തം ഗൗരവകരമായ വസ്തുതയാണ്. അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ, ധാർമ്മികത എന്നൊന്നും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇതിന്റെയൊക്കെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടാൻ. ശ്രീ ഷോൺ ജോർജ്, ഈ സംശയങ്ങൾ അസ്ഥാനത്തല്ല. കാരണം നമുക്കറിയാം ഇവിടെ വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധി ഉണ്ട് സംസ്ഥാനത്ത്. മാത്രമല്ല ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ ജനങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോഴും ഉള്ള ഈ വിദേശ യാത്രകളുണ്ടല്ലോ, അതെല്ലാം ഈ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്താനുള്ളതാണ് എന്നുള്ളതാണോ? അല്ല, ഞാൻ ഒരിക്കൽ യുവമോർച്ച തന്നെ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ സംശയാസ്പദമാണ് എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ഒന്ന്, മുഖ്യമന്ത്രി ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ വയ്യ, അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ട്രീറ്റ്മെന്റിന് വേണ്ടിയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള വാദഗതികൾ നിലനിൽക്കെ അദ്ദേഹം ദുബൈയിൽ പോയി, അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ദുബൈയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അന്ന് തന്നെ അന്ന് തന്നെ അദ്ദേഹം പാറപ്പുറത്തെ പിണറായിയിലെ വീട്ടിൽ പോയി തിരിച്ചു വരികയാണ്. എന്ന് വെച്ചാൽ ഇത്രയും വയ്യാതിരിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് എന്തിനാണ് പാറപ്പുറത്തെ വീട്ടിലേക്ക് പോയത് എന്ന് ഞങ്ങൾ ചോദിച്ചതാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ, എന്തൊക്കെയോ കൊണ്ടുവയ്ക്കാനുള്ള ഒരു തത്രപ്പാട്, വ്യഗ്രത മുഖ്യമന്ത്രിയുടെ ഓരോ യാത്രയിലും കാണാമായിരുന്നു. അന്നത്തെ കണ്ണൂർ യാത്രയെപ്പറ്റി ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടായത് ഞങ്ങൾ ഉന്നയിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം, ആ ദുബായ് സന്ദർശനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ കണ്ണൂർ സന്ദർശനം എല്ലാം സംശയാസ്പദമാണ്. വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതേപോലെ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലാണ് ഇപ്പൊ ആരോപണം വരുന്നത്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു മകനുണ്ട്. പലരും പറയുന്നത് ഈ കർട്ടന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നത് ഇപ്പോഴും മറയ്ക്ക് പുറത്തു വരാതെ ഒളിഞ്ഞിരിക്കുന്ന ആ മകനാണ് എന്നാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പറ്റിയുള്ള ഇത്രയും ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. മകളെക്കുറിച്ച് ഇത്രയും കൃത്യമായ തെളിവുകളോടുകൂടി ആരോപണങ്ങൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആകെ വെപ്രാളപ്പെട്ട് പ്രകോപിതനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും തന്നെ ആരോപണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. എന്തായാലും ഏറ്റവും വലിയ നാണക്കേട്, മലയാളികൾക്ക് ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.